ആയുധമെടുക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭീകരന്മാരോട് യാതൊരുവിധ വിട്ടുവീഴ്ചയും നൽകില്ല. അവരെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ വേരോടെ തന്നെ ഇല്ലാതാക്കും. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരന്മാരുടെ കഥ കഴിച്ച് സുരക്ഷാ സേന. പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് സംഘടനയിലെ ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ ഏറ്റുമുട്ടലിൽ 4 ജവാന്മാർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. എങ്കിലും അവർ അവരുടെ ജോലി ഭംഗിയായി നിർവഹിച്ചതിനു ശേഷമാണ് വിടവാങ്ങിയതും. കഴിഞ്ഞ ഞായറാഴ്ചയോടെയാണ് കത്വയിലെ വനമേഖലയിൽ ഭീകര സാന്നിധ്യമുള്ളതായി സുരക്ഷാ സേന തിരിച്ചറിയുന്നത്. ഇതോടുകൂടി തന്നെ മേഖലയിലെ ഭീകരർക്കായുള്ള തിരച്ചിലും വളരെ ശക്തമായ രീതിയിൽ തന്നെ സേന ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ജൂത്താനിയയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുന്നതും. തിരിച്ചടിച്ച സുരക്ഷാ സേന 3 ഭീകരരെ വധിച്ചു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയതും. ഇന്നലെ രാത്രിയോടെ തന്നെ നിർവഹിച്ച തിരച്ചിൽ ദൗത്യം സേന ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. ഇതിനിടയിൽ നിന്ന് വീണ്ടും ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. സംയുക്ത സേനയുടെ നേതൃത്വത്തിലാണ് സേനാ നടപടി പുരോഗമിക്കുന്നത്. അതേസമയം കൂടുതൽ സേനയും കത്വയിലേക്ക് വിന്യസിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഹീരാൻ നഗറിൽ നിന്ന് 26 കിലോമീറ്റർ അകലെ ജൂത്താനയിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിൽ വനത്തിനുള്ളിൽ ആയുധധാരികളായ ഭീകരർ ഒളിച്ചു കഴിയുന്നുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ സുരക്ഷാ സേന ശക്തമാക്കുകയും ചെയ്തു. ആയുധധാരികളായ 5 പേർ ഇവർക്കൊപ്പം ഉണ്ടെന്നായിരുന്നു സൂചനകൾ പുറത്തു വന്നതും. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി ഇവർക്കായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഭീകരർ ഒളിഞ്ഞു താമസിക്കാനായി പ്രദേശവാസികളെ ബന്ദികളാക്കി വെക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഭീകരരുടെ പക്കൽ വൻ ആയുധശേഖരമുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് വനപ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നു. അതുപോലെ ഹീരാനഗർ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്തുള്ള സന്യാൽ ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നുകൊണ്ട് സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയുള്ള സന്യാൽ ഗ്രാമത്തിനുള്ളിൽ തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് അറിയുകയായിരുന്നു. വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ ഒരു പോലീസ് സംഘം തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. അതേസമയം ഈ ദിവസങ്ങളിൽ എല്ലാം തന്നെ പ്രദേശത്ത് ഭീകരർ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചിരുന്നത്. ജമ്മു കാശ്മീരിൽ 3 ഭീകരരെ പിടികൂടിയതിന് പിന്നാലെ തന്നെ അതിർത്തിയിൽ വൻ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഇത് നടക്കുന്നതും. കത്വ ജില്ലയിലെ ഹീരാനഗറിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്തുള്ള വനമേഖലയിൽ പ്രത്യേക രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന ആരംഭിച്ചതും. ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പ്, അതുപോലെ തന്നെ സൈന്യം, CRPF എന്നിവർ ചേർന്നുകൊണ്ടായിരുന്നു തിരച്ചിൽ നടത്തിയത്. പരിശോധനയ്ക്കിടെ അത്യാധുനിക ആയുധങ്ങൾ കൈവശം വെച്ച ഭീകര സംഘത്തെ സുരക്ഷാ സേന വളയുകയും ചെയ്തു. ഇതേ തുടർന്ന് ഭീകരർ വെടിയുതിർക്കുകയും സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തു. വളരെ ദുർഘടമായ വനമേഖല ആയതിനാൽ തന്നെ ഓപ്പറേഷൻ ശ്രമകരമാണെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.